റെജി ലൂക്കോസ് ഇല്ലെങ്കിൽ ചാനലുകളിൽ പാർട്ടിയെ പ്രതിരോധിക്കാൻ വരുന്ന മറ്റൊരു പോരാളിയായിരുന്നു അഡ്വക്കേറ്റ് ഹസ്കർ. റെജി ലൂക്കോസ് മറുകണ്ഠം ചാടിയെങ്കിൽ ഹസ്കറിനെ താക്കീത് ചെയ്യുകയാണ് പാർട്ടി. പാർട്ടിയെ പ്രതിരോധത്തിലാക്കും വിധം ഇനി ചാനൽ ചർച്ചകളിൽ പ്രതികരിക്കരുത് എന്നാണ് താക്കീത്. വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളിയെയും ഹസ്കർ വിമർശിച്ചിരുന്നു. ഇനി ഇടത് നിരീക്ഷകനാകേണ്ട, രാഷ്ട്രീയ നിരീക്ഷകനായാൽ മതി എന്നാണ് പാർട്ടിയുടെ നിലപാട്. ചാനൽ ചർച്ചകളിൽ CPM-ന് വേണ്ടി വാദിക്കുന്ന പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നാണ് കൊല്ലം സ്വദേശിയായിട്ടുള്ള അഡ്വക്കേറ്റ് BN ഹസ്കർ. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പരാമർശം വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ ചർച്ചയായിരുന്നു. അതിനുശേഷം ഇന്നലെ പാർട്ടിയുടെ നിങ്ങളുടെ ബ്രാഞ്ചിൻ്റെ യോഗം ചേർന്നു. എന്തെങ്കിലും നടപടികളോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? സംഘടന വെച്ച് പാർട്ടി ഇന്നലെ ബ്രാഞ്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ വിഷയവും പരാമർശിച്ചിരുന്നു. ആ വിഷയം ദേശീയ, സർവ്വദേശീയ, സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്തു. ആ കൂട്ടത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തു. പാർട്ടി ലൈനിന് വ്യതിയാനമാണ് എൻ്റെ അഭിപ്രായ പ്രകടനങ്ങളെന്ന് പാർട്ടി എന്നെ ബോധ്യപ്പെടുത്തി. അപ്പോൾ അതുമാത്രമേ അതിനകത്ത് സംഭവിച്ചുള്ളൂ. മറ്റൊരു കാര്യങ്ങളും ബാക്കിയെല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണ്. സോമപ്രസാദ് മുൻ MP അടക്കം വന്ന് ആ ഒരു യോഗം ചേർന്നതിലാണ് നമുക്കൊരു കാര്യം തോന്നിയത്. എന്നെപ്പോലെ ഒരാൾ വളരെ താഴെത്തട്ടിൽ നിൽക്കുന്ന, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ വലിയ തോതിൽ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് അതൊരു പാർട്ടിക്ക് അത് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ടാവണം. അപ്പോൾ ആ ക്ഷീണം പാർട്ടി നിശ്ചയമായും അങ്ങനെ പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ കമ്മിറ്റിയിൽ പങ്കെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അല്ല അതിൽ വലിയ അത്ഭുതങ്ങളൊന്നും കാണേണ്ടതില്ല. താങ്കളുടെ പേര് എഴുതി കാണിക്കുമ്പോൾ ഇടത് നിരീക്ഷകനാണ്, അങ്ങനെ മാറ്റണം, അത് മാറ്റണമെന്നോ വല്ലതും നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇടത് നിരീക്ഷകനും CPM സഹയാത്രികനും എന്നീ പേരുകളിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് അതിട്ട് ഇത്തരം അഭിപ്രായം പറയുന്നത് പാർട്ടിയെ ഡാമേജ് ചെയ്യും എന്നുള്ളതായിരുന്നു ചർച്ചയിൽ വന്ന ഒരു അഭിപ്രായം. അത് മാത്രമേ അതിനകത്തുള്ളൂ. ബാക്കി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇപ്പോഴും പാർട്ടി അംഗം എന്ന നിലയിൽ പറയുന്നത് ശരിയല്ല. നിലപാട് തുടരും. നിലപാടിലൊരു മാറ്റമില്ല. അത് തന്നെയാണ് കാര്യം. ഇന്നലെ മുൻ MP സോമപ്രസാദ്, സംസ്ഥാന കമ്മിറ്റി അംഗം, CPM സംസ്ഥാന കമ്മിറ്റി അംഗം സോമപ്രസാദ് അടക്കമുള്ള ആൾക്കാരെത്തി ഒരു യോഗം ചേരുകയും കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുകയുമാണ്. എന്താണ് പാർട്ടിയുടെ ലൈനനുസൃതമായിട്ട് ചർച്ചകളിൽ പങ്കെടുക്കുക എന്നുള്ള നിർദ്ദേശമാണ് അഡ്വക്കേറ്റ് BN ഹസ്കറിന് പാർട്ടി നൽകിയിട്ടുള്ളത്. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.